അല്ലേ? ഇത് നിങ്ങൾ കുഴിച്ചിട്ടല്ലേ? അല്ല. പ്രിയേ, അതെനിക്കിഷ്ടപ്പെട്ട്. ഒന്നുകൂടെ കൊടുക്കുക. എന്നെ തല്ലിയല്ലേടി നിന്നെ ഞാൻ. തുടരുത് എന്റെ മോളെ. തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. എന്താണെങ്കിലും ഈ കൂടോത്രം ചെയ്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് വളരെ ചീപ്പായ ഏർപ്പാടാണ്. ഇതൊക്കെ ഒരുമാതിരി ചീഞ്ഞു നാറിയ ഏർപ്പാടാ. ഈ കാലത്തും ഇത്ര വൃത്തികെട്ട മനുഷ്യരുണ്ടല്ലോ. ഇത് ഏത് തരം കൂടോത്രമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് താടി. എന്റെ ദൈവമേ, കലാപസ്ഫോടന, കാളി, കൂളി, ദുർമരണ കൂടോത്രം. എവിടെ കിടന്നിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും തല പൊട്ടിത്തെറിച്ചു പോയേനെ. തലയില്ലാതെ നടക്കുന്ന ഞങ്ങളെയൊക്കെ കണ്ട് നാട്ടുകാർ കൂകി വിളിച്ചാനെ. നിങ്ങൾ തന്നെ പറയൂ, ഇതിനൊക്കെ ഈ രുക്മിണിയോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തത്? നിങ്ങൾ അയൽക്കൂട്ടുകാരല്ലേ? പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ വളരെ മോശമായി പോയി രുക്മിണി. ഇതൊക്കെ പണ്ട് 18-ാം നൂറ്റാണ്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. എന്തായാലും ഇതൊരു ചീഞ്ഞ ഏർപ്പാടായിപ്പോയി. എന്റെ അഭിപ്രായം പറഞ്ഞ ഇത്ര നാറിയ പണി ചെയ്ത രുക്മിണിയെ കടലാവടക്കിന്റെ വടിവെട്ടി അടി കൊടുക്കേണ്ടതാ. ഗൾഫിലായിരുന്നെങ്കിൽ എണ്ണപ്പാടത്തിട്ട് മുക്കിക്കൊല്ലായിരുന്നു. സത്യം പറമ്മേ, അമ്മ ചെയ്തതാണോ ഇത്? അയ്യോ എന്റെ പൊന്നുമോളെ, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യം. അയ്യോ. ആ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞത് ശരിയാ. ആ അത് പിന്നെ ഞാൻ കുറച്ച് കുറുന്തോട്ടി പറിക്കാനാ. പിന്നെ കുറുന്തോട്ടി ഈ കാലത്ത് ആ കുറുന്തോട്ടി ആടലോടോ ഒക്കെ. ആ പിന്നെതാ ഈ പ്രിയ ഉണ്ടല്ലോ, പ്രിയ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. മിണ്ടരുത്. ഇനിയും മിണ്ടിയ ഇനിയും നിങ്ങൾ അടിമേടിക്കും. ഇതിനെന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. രാധമ്മയാണല്ലോ. രാധമ്മേ, മോളെ, രാധമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട്, എന്തോ പ്രശ്നമുള്ളതുപോലെ. ചോദിക്കേ. എന്താ രാധമ്മേ, എന്തൊരു ടെൻഷൻ പോലെ? ഞാൻ സ്പീക്കറിലിടാം. മോളെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം രാധമ്മേ? ടെൻഷൻ ആക്കാതെ പറയേ. അയൽക്കൂട്ടത്തിന് മീറ്റിംഗിന് വന്നപ്പോ ആ രുക്മിണി എന്തോ ഇവിടെ കുഴിച്ചിട്ടു. ഹരീഷ് വന്ന് വഴക്കുണ്ടാക്കുമെന്ന് എന്റെ പേടി. ഹരീഷും രതീഷും ഒന്നും അല്ല പ്രശ്നം. രുക്മിണിക്ക് പലിശ പിരിക്കുന്ന ഗുണ്ടകളുണ്ട്. അവൾ അവന്മാരെ ഇറക്കും. അതില് ചൂണ്ട റഷീദെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ പ്രിയയുടെ പെടലിക്ക് ചൂണ്ടയിടുവെന്നാ എന്റെ പേടി. രാധമ്മേ, ആ രുക്മിണി വീട്ടിൽ കയറി വൃത്തികേട് കാണിച്ചിട്ടാ പ്രിയ ചേച്ചി അടിച്ചത്. പ്രിയേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഉറപ്പായി അവരടിക്കും. ടെൻഷൻ ആവാത്ത രാധമ്മേ, ഒന്നും ഉണ്ടാവില്ല. ഇന്നിനി എന്തായാലും രാത്രി അവൻ വരില്ല. അഥവാ അവൻ വന്ന പ്രിയച്ചോട് അപ്പ തന്നെ ഞങ്ങളെ വിളിക്കാൻ പറയണം. ശരി മോളെ. അമ്മ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രാത്രി അവൻ എങ്ങാനും വന്ന ഉടനെ എന്നെ വിളിക്കണം.
ഇതവൻ എവിടെ പോയി കിടക്കുന്നു? കുറെ നേരം ആയല്ലോ. അവൻ വരുമ്പോഴേ കൊളുത്തി കൊടുക്കണം. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ അവക്ക് രണ്ടാട്ടി. അവന് പെങ്കോന്തനാ. ഞാൻ പറയുന്നതൊന്നും അവൻ വിശ്വസിക്കൂല. ഭാര്യ പറയുന്നതാ വേദവാക്യം. ഹരീഷ് വരുമ്പോ എന്തായാലും രുക്മിണി ഇത് പറഞ്ഞു കൊടുക്കും. ഒടുപ്പം തൊങ്ങലും വെച്ചായിരിക്കും അവള് പറഞ്ഞു കൊടുക്കുക. രുക്മിണി ചെയ്താലും അവള് പറയില്ല. ഇവള് അടിച്ച കാര്യം മാത്രമേ പറയൂ. സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ ഹരീഷ് എരച്ചു കയറി വരും ഇങ്ങോട്ട് വഴക്കിന്. അവനിങ്ങോട്ട് അരച്ചു വരട്ടടി. അതിന് നിനക്കെന്താ? അമ്മയുടെ വർത്താനം കേട്ടാത്തൊന്നും തെറ്റ് ചെയ്തത് ഞാനാണെന്ന്. ഈ മര്യാദ കേട് കാണിച്ചവരെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എടി, നീ ചെയ്തത് ശരിയാ. അത് പോരാന്ന എന്റെ അഭിപ്രായം. ഇടിച്ചവളുടെ കൈയോടിക്കണായിരുന്നു. ജയൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അവൻ ഇവളോട് വഴക്കുണ്ടാക്കുമെന്ന് എന്റെ പേടി. എടി, എനിക്ക് നിനക്ക് ഇവള് കുട്ടിയാ, സമ്മതിച്ചു. പക്ഷേ ഇവള് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാ. അതെന്തടി നീ ഓർക്കാത്ത? അവർക്ക് രണ്ടുപേർക്കും കാര്യപ്രാപ്തിയുള്ളതാ. അവര് ഭാര്യ ഭർത്താവുക. അവരുടെ കാര്യം അവര് മാനേജ് ചെയ്തോളൂ. നമ്മളതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ രുക്മിണിയെ തല്ലിയത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് ജയേട്ടൻ അറിഞ്ഞ പിന്നെ ജയേട്ടൻ വഴക്കൊന്നും പറയില്ല. എന്നെ വിറ്റ കാശ് പോക്കറ്റിൽ ഇട്ടോണ്ടാ അവൻ വരുന്നത്. അയ്യോ, പ്രേതം!